യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ആഗമനകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയും ക്രിസ്തുമസിന് മുൻപുള്ള അവസാന ഞായറാഴ്ചയുമായ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തിൻ്റെ പശ്ചാത്തലം നാം കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മറിയം ഗർഭിണിയാണെന്ന് ഔസേപ്പിന് ആദ്യം മനസ്സിലാകുന്നില്ല. നീതിമാനായിരുന്ന ഔസേപ്പ് മറിയത്തെ അപമാനിക്കാതിരിക്കാനായി അവളെ നിശബ്ദമായി വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. സ്വപ്നത്തിൽ ദൈവദൂതൻ ഔസേപ്പിനോട് സംസാരിക്കുന്നു. ഭയപ്പെടേണ്ട, മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കൂ. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന കുട്ടി പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്. ഈ ദൈവവചനം ഔസേപ്പിൻ്റെ ഹൃദയത്തെ മാറ്റുന്നു. ഔസേപ്പ് ഭയം വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസിയുടെ മാതൃകയായി ഔസേപ്പ് ഇവിടെ നിലകൊള്ളുന്നു. ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. ദൈവം നമ്മുടെ ബോധത്തിന് അതീതമായ വഴികളിലൂടെ പ്രവർത്തിക്കുന്നു. നമുക്ക് ആശയക്കുഴപ്പമോ ഭയമോ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി സ്നേഹത്തിലും രക്ഷയിലുമാണ് അടങ്ങിയിരിക്കുന്നത്. വിശ്വാസം വാക്കുകളിലല്ല, അനുസരണയിലാണ് തെളിയുന്നത്. ഔസേപ്പ് അധികം സംസാരിക്കുന്നില്ല, പക്ഷേ ദൈവം പറഞ്ഞത് അവൻ ചെയ്യുന്നു. യേശു ഇമ്മാനുവേലാണ്, നമ്മോടൊപ്പം ദൈവം. നമ്മുടെ കുടുംബങ്ങളിലും കഷ്ടപ്പാടുകളിലും ദിനചര്യയിലും ദൈവം നമ്മോടൊപ്പം നടക്കുന്നു എന്ന ഉറപ്പ് ഈ സുവിശേഷം നൽകുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുന്നോടിയായി ഔസേപ്പിനെ പോലെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് നമുക്ക് തുറക്കാം. ഭയം വിട്ട് വിശ്വാസത്തോടെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം തന്നെ ഒരു ബെത്ലഹേമായി മാറും. ആമേൻ.